Welcome to Blessing Today. Blessing Today-ലേക്ക് സ്വാഗതം. I believe the Lord has something new for you today. ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. These days we are discussing on how to treat the Holy Spirit the right way. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. And this is an exciting topic. ഇത് വളരെ ആവേശം നൽകുന്ന ഒരു ടോപ്പിക്കാണ്. Because this can revolutionize our spiritual life. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു വലിയ വിപ്ലവം തന്നെ ഉണ്ടാക്കുന്ന കാര്യമാണ്. It can bring in immense blessings from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് അത്യധികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ അവനെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. So excited today, but before that we are going to pray for the sponsor of today's episode. ഇന്ന് അതോർത്തിട്ട് ഞാൻ വളരെ ആവശ്യത്തിലാണ്. എന്നാൽ അതിനു മുന്നേ ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സ്പോൺസർ എറണാകുളത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വെൽവിഷറാണ്. പക്ഷേ ഇന്ന് അവരുടെ ജന്മദിനമാണ്. Oh, many happy returns of the day. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിയുടെ മേൽ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവെ നീ കൊടുത്തല്ലോ കർത്താവെ. എല്ലാറ്റിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഈ പ്രായം വരെയും കർത്താവിൻ്റെ കൃപയിൽ അങ്ങ് സൂക്ഷിച്ചതിനായി കൊണ്ട് നടന്നതിനായി അങ്ങയുടെ നാമത്തെ ഇപ്പോൾ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതോടൊപ്പം കർത്താവെ തൻ്റെ ശരീരത്തിലെ ജോയിന്റുകളുടെ വേദനകൾ പൂർണ്ണമായിട്ടും സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികമായ നന്മകളാൽ നിന്റെ മകൾ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർക്ക് ആ മകളൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ അനേകർക്ക് അവളൊരു അനുഗ്രഹമായി തീരുന്നത് കാണത്തക്ക വിധത്തിൽ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Once again, thank you so much, sponsor, and we appreciate your big heart. ഒരിക്കൽ കൂടെ ഇന്നത്തെ സ്പോൺസറോടുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയ വിശാലതയിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുകയാണ്. And I encourage all others also to be a part of this ministry. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ മറ്റെല്ലാവരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. You can sponsor an episode. നിങ്ങൾക്ക് എപ്പിസോഡുകൾ സ്പോൺസർ Or you ചെയ്യാം. can become a partner. അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് You മാറാം. can get the details from the screen or from our website. നിങ്ങൾക്ക് ഇന്നത്തെ ഈ സ്ക്രീനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൂടെ ഇതിന്റെ വിവരങ്ങളെല്ലാം ലഭ്യമാണ്. And let us worship the Lord together. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. Thank you, Jesus. We just worship you, Lord. Lord, we give the due worship to you this morning, Lord. യേശുവേ, ഞങ്ങൾ നിങ്ങളെ ആരാധിക്കുന്നപ്പ. നിറവാന ആവിയാനവരേ, നീർ വരും പോത് കുറവുകൾ മാറുമേ. നിറവാന ആവിയാനവരേ, നീർ വരും പോത് കുറവുകൾ മാറുമേ. നീർ വന്നാൽ സൂര്യനെ മാറുമേ. முடியாததும் சாத்தியமாக்குமே. நீர் வந்தால் சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாக்குமே. நிறவே நீ வாழுமே. நிறவே நீ வேற்றுமே. நிறவே நீ போதுமே. ஆவியானவரே, நிறவே நிறவே நீ வாழுமே. நிறவே நீ வேற்றுமே. நிறவே நீ போதுமே. ஆவியானவரே, ஆவியானவரே, യേശുവേ. ബലവീനം ബലനായി മാറുമേ. സുഖവീനം സുഖമായി മാറുമേ. ബലവീനം
സുഖവീണം സുഖമായി മാറുമേ. നീർ വന്ന സൂര്യനെ മാറുമേ. മുടിയാതതും സാധ്യമാകുമേ. നീർ വന്ന സൂര്യനെ മാറുമേ. മുടിയാതതും സാധ്യമാകുമേ. നിറവേ നീ വാഴുമേ. നിറവേ നീ വാഴുമേ. നീ വേற்றும் യേശുവേ. ആവിയാനവരേ നിറവേ നീ വാഴുമേ. നിറവേ നീ വേറ്റുമേ. നിറവേ നീ പോതുമേ. അവസാനമായി നിറവേ നീ വാഴുമേ. നിറവേ നീ വേറ്റുമേ. നീ പോതുമേ. ആവിയാനവരേ ആവിയാനവരേ യേശുവേ. All right, here we go. The right ways to treat the Holy Spirit. ഇനി എങ്ങനെയാണ് ശരിയായ വിധത്തിൽ പരിശുദ്ധാത്മാവിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. Number one, we have to honor Him as we honor God, because He is God Himself. എന്നാൽ നാം ദൈവത്തെ എങ്ങനെ ബഹുമാനിക്കുന്നു അതുപോലെ ബഹുമാനിക്കുക, കാരണം അവൻ ദൈവമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. Secondly, we have to receive Him into our life, into our heart, into our family, into our churches. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒക്കെ അവനെ നാം സ്വീകരിക്കുക. And thirdly, we have to have hunger and thirst for Him. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് അവന് വേണ്ടിയിട്ടുള്ള വിശപ്പും ദാഹവുമുള്ളവരായിട്ട് നാം മാറുക. See, the Holy Spirit does not belong to any sect or any denomination or any particular organization or any particular movement. ഓർക്കുക, പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു പ്രത്യേക സെറ്റിനോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തോട്, ഒരു സഭയോട്, ഏതെങ്കിലും ഒരു പ്രത്യേക ഡിനോമിനേഷനോട് ഒന്നും ആയിട്ട് അതിൻ്റെതായി അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിൻ്റെത് മാത്രമായിട്ട് നിൽക്കുന്നില്ല. Some people are thinking the Holy Spirit is our spirit. ചില ആളുകൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ He ആത്മാവാണ്, works only in our church. അവൻ ഞങ്ങളുടെ സഭകളിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. But He can be possessed only by those who are hungry and thirsty for Him. എന്നാൽ അവന് വേണ്ടി ദാഹിച്ച് വിശപ്പോടെ ആയിരിക്കുന്ന ആരെയും അവൻ അവരുടെ അടുക്കിലേക്ക് അവൻ ഇറങ്ങി വരുന്നു. Who does the Holy Spirit belong to? ആ പരിശുദ്ധാത്മാവ് ആരുടെ സ്വന്തമാണ്? He belongs to the hungry and thirsty people. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് വിശപ്പും അവനായി വിശന്ന് ദാഹിക്കുന്നവർക്കാണ് അവൻ സ്വന്തമായി The തീരുന്നത്. Holy Spirit is looking for desperate people for Him. അവന് വേണ്ടി വാഞ്ചയോടിരിക്കുന്നവരെയാണ് പരിശുദ്ധാത്മാവ് The നോക്കുന്നത്. Holy Spirit is looking for people who are passionate about Him. അവന് വേണ്ടി തീഷ്ണമായി ആഗ്രഹിക്കുന്നവരെയാണ് അവൻ The നോക്കിക്കൊണ്ടിരിക്കുന്നത്. Holy Spirit is looking for people who are praying to get more of Him. അവനെ കൂടുതലായി ലഭിക്കണം എന്നുള്ള പ്രാർത്ഥനയിലായിരിക്കുന്നവരെയാണ് അവൻ 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 The നോക്കിക്കൊണ്ടിരിക്കുന്നത്. Holy Spirit is looking for people who are searching Him. അവനെ അന്വേഷിക്കുന്നവരെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. By the way, I just want to show you two open invitations here. ഇന്ന് ഞാൻ രണ്ട് തുറന്ന ക്ഷണമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. Number one is for people to come to Jesus. ഒന്നാമത്തെ ഏത് എന്ന് പറയുന്നത് യേശുവിലേക്ക് കടന്നു വരുന്ന ജനത്തിന് വേണ്ടിയിട്ടുള്ളത്. Secondly, the people who want to come to the Holy Spirit. രണ്ട് പരിശുദ്ധാത്മാവിലേക്ക് കടന്നു വരേണ്ട ജനങ്ങൾ. Matthew chapter 11 verse number 28. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ാമത്തെ Jesus വചനം. is giving an open invitation. യേശു കർത്താവ് അവിടെ ഒരു തുറന്ന ക്ഷണക്കത്ത് നൽകിയാണ്. Those who are laboring and heavy laden, come to me, I will give you rest. Come.
Amen. അവിടെ യേശു കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു തുറന്ന ക്ഷണം എല്ലാവർക്കുമായിട്ട് യേശു നൽകുകയാണ്. Come to me. എൻ്റെ അടുക്കിലേക്ക് വരിക. I am willing to teach you. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. Willing to give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ താല്പര്യപ്പെടുന്നു. So it is an open invitation. അതൊരു തുറന്ന ക്ഷണമാണ്. Not a class of people. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളത്. Not upper class, lower class, middle class. അത് ഉയർന്ന വിഭാഗത്തിനോ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിനോ അല്ലെങ്കിൽ മധ്യവർഗ്ഗക്കാർക്കോ ഒക്കെ വേണ്ടിയിട്ടുള്ളതല്ല. അത് Not Christians. അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമുള്ളതല്ല. Not religious people. അല്ലെങ്കിൽ മതപരമായി മുന്നോട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല. This is an open invitation. Anyone who is laboring, who are tired, exhausted, heavy burdened, you can come. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ആരൊക്കെ ജീവിതത്തിൽ അധ്വാനിക്കുന്നവരുണ്ടോ, ഭാരം ചുമക്കുന്നവരുണ്ടോ, ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ, തകർന്നു പോയിക്കുന്നവരുണ്ടോ, ക്ലേശിക്കുന്നവരുണ്ടോ, അവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ എന്ന് പറയുന്ന ഒരു തുറന്ന ക്ഷണമാണ് യേശു കർത്താവ് തന്നിരിക്കുന്നത്. Can I tell you something? ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. You can also come to Jesus. യേശുവിന്റെ അരികിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാൻ സാധിക്കും. Whichever shape you are in right now. നിങ്ങൾ ഏതൊരു അവസ്ഥയിലാണ് ഇന്നായിരിക്കുന്നതെങ്കിലും, in whatever condition you are in. ഇന്നത്തെ സ്ഥിതി നിങ്ങളുടെ എത്ര ശോചനീയമാണെങ്കിലും, you may be telling to yourself you are the worst sinner. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടായിരിക്കും, നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും നീച പാപി എന്ന്. I don't deserve to go to Jesus. യേശുവിന്റെ അരികിലേക്ക് പോകുവാൻ യാതൊരുവിധ യോഗ്യതയും എനിക്കില്ല. Then I want to tell you something. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. You are the VVIP before Jesus. നിങ്ങളാണ് കർത്താവിന്റെ മുൻപാകെ അവന്റെ VVIP എന്നുള്ളത്. This is because Jesus said, I have come to this world to search and save sinners, the lost people. കാരണം യേശു കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കാണാതെ പോയ പാപികളെ അന്വേഷിച്ചിട്ടാണ്. So Jesus came into this world not in search of righteous people. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരിക്കലും നീതിമാന്മാരെ അന്വേഷിച്ചിട്ടല്ല. He came into this world not in search of holy people or good people. അല്ലെങ്കിൽ നല്ല ആളുകളെ തേടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ വിശുദ്ധന്മാരെ അന്വേഷിച്ചിട്ടോ ഒന്നും അല്ല യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. He came in search of sinners and the lost people and to give his life for them as a ransom. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെയും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയവരെയും തേടിയിട്ടാണ്. അവർക്ക് വേണ്ടി തന്റെ ജീവൻ മറുവിലയായി നൽകുവാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. Shall we thank the Lord Jesus? എത്ര പേർക്ക് കർത്താവിന് നന്ദി പറയാൻ സാധിക്കും. This is an open invitation to come to Jesus. അതുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് വരിക എന്നുള്ളത് ഇതൊരു തുറന്ന ക്ഷണം തന്നെയാണ്. Criminals can come. കുറ്റവാളികൾക്ക് വരാം. Adulterers can come. വ്യഭിചാരികൾക്ക് വരാം. Drunkards can come. മദ്യപാനികൾക്ക് വരാം. All kinds of people can come. എല്ലാ തരത്തിലുള്ള ആളുകൾക്കും യേശുവിന്റെ അരികിലേക്ക് വരാം. Good people can come. നല്ല ആളുകൾക്ക് വരാം. Bad people can come. ചീത്ത ആളുകൾക്ക് വരാം. Then rich people can come. ധനവാന്മാർക്ക് വരാം. Poor people can come. ദരിദ്രന്മാർക്ക് വരാം. Middle class people can come. മധ്യവർഗത്തിലുള്ളവർക്ക് വരാം. Educated people can come. വിദ്യാഭ്യാസമുള്ളവർക്ക് വരാം. PhDs can come. PhD ഉള്ളവർക്ക് വരാം. Men can come, women can come. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വരാം. Children can come. കുട്ടികൾക്ക് വരാം. Youngsters can come. ചെറുപ്പക്കാർക്ക് All the വരാം. people can come. എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്ക് വരാം. All people can come. Come to me, Jesus says. എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളോടും യേശു പറയുന്ന എൻ്റെ അരികിലേക്ക് വരിക. Revelation chapter 3 and verse number 20. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം. Jesus says, I am knocking at the door. യേശു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. If anyone opens the door, I will come in. ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. I will not push open the door. ഞാൻ മനഃപൂർവ്വമായി വാതിൽ തള്ളി തുറക്കുകയൊന്നുമില്ല. It is shut from within. കാരണം അത് അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. So you have to open. അതുകൊണ്ട് നിങ്ങളാണ് തുറക്കേണ്ടത്. So if you can open your heart, Jesus will come in. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നാൽ യേശുവിന് നിങ്ങളുടെ അകത്തേക്ക് വരാൻ സാധിക്കും. So this is an open invitation to come to Jesus. അതുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് വരുവാനുള്ള ഒരു തുറന്ന ക്ഷണമാണിത്. Now, do you know that there is an open invitation to come to the Holy Spirit? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനും ഇതുപോലെ തന്നെ ഒരു തുറന്ന ക്ഷണമുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? John chapter 7. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37 to 39. അതിന്റെ 37 മുതൽ 39 വരെയുള്ള വചനങ്ങൾ. On the last day, the great day of the feast, Jesus stood and cried out, saying, If anyone thirsts,
let him come to me and drink. 37-ാമത്തെ വചനം, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. He who believes in me, as the scripture has said, out of his heart will flow rivers of living water. 38-ാമത്തെ വചനം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. But this he spoke concerning the Spirit, whom those believing in him would receive, for the Holy Spirit was not yet given, because Jesus was not yet glorified. 39-ാമത്തെ വചനം, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. So even though Jesus is giving this invitation, it was actually an invitation to come to the Holy Spirit and have him. ഇത് ഇപ്പോൾ യേശു കർത്താവ് നൽകുന്ന ഒരു ക്ഷണമാണെങ്കിലും ഇത് പരിശുദ്ധാത്മാവിലേക്ക് വന്ന് അവനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. An open invitation to receive the Holy Spirit. ഇവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരു തുറന്ന ക്ഷണമാണ് ലഭിച്ചിരിക്കുന്നത്. Now coming to Revelation chapter 22, ഇനി ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വന്നാലും verse number 17, അതിന്റെ 17-ാമത്തെ വചനം, the entire Bible is going to finish. ഇവിടെ ഇപ്പോൾ ബൈബിളിന്റെ മുഴുവൻ ബൈബിളും ഇത് ഏതാണ്ട് അവസാനിക്കാൻ പോകുകയാണ്. Only a few more lines. 1-2 ലൈനുകൾ കൂടെ മാത്രമേ ഉള്ളൂ. In verse number 17, it says, the Spirit and the bride say, come. And let the one who hears say, come. Let the one who is thirsty come. And let the one who wishes to take the free gift of the water of life. Amen. 17-ാമത്തെ വചനം, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. The Spirit is the Holy Spirit. ഇവിടെ എഴുതിയിരിക്കുന്ന ആത്മാവ് എന്നുള്ളത് So പരിശുദ്ധാത്മാവാണ്. the Spirit is saying, come. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു വരിക. But the Spirit is saying, together with the bride. പക്ഷേ ഈ ആത്മാവ് പറയുന്നത് മണവാട്ടിയും ഒരുമിച്ചിട്ടാണ്. So the Spirit is standing with the bride. അപ്പോൾ ആത്മാവ് ഇപ്പോൾ മണവാട്ടിയോട് ഒരുമിച്ച് നിൽക്കുകയാണ്. Who is the bride? ആരാണ് ഈ മണവാട്ടി? Whose bride? ആരുടെ മണവാട്ടി? The bride is the bride of Jesus. ഈ മണവാട്ടി എന്ന് പറയുന്നത് യേശുവിന്റെ മണവാട്ടിയാണ്. Where is she? Who is she? അവൾ എവിടെയാണ്? ആരാണിവൾ? The spiritual implication is this: the bride is the people of God. ഇതിന്റെ ആത്മീകമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു മണവാട്ടി എന്ന് പറയുന്നത് ദൈവജനമാണ്. Or the bride is the church of the living God. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മണവാട്ടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയെയാണ് കാണിക്കുന്നത്. The church is the spiritual bride of the Lamb of God. സഭ എന്നുള്ളത് കുഞ്ഞാടിന്റെ ആത്മീയ മണവാട്ടിയാണ്. So the Holy Spirit, along with the bride of Christ, that means the church, is calling out, come, come, come. ഇവിടെ ഇപ്പോൾ ആത്മാവ്, പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ സഭ എന്ന മണവാട്ടിയും ചേർന്ന് പറയുകയാണ് വരിക, വരിക. And let the one who hears say, come. അവിടെ കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. That means everyone who is hearing this invitation also join in inviting others. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഈ ഒരു ക്ഷണം കേട്ടിട്ടുള്ള ഓരോ വ്യക്തികളും അവരും ഈ ആത്മാവിനോടും മണവാട്ടിയോടും കൂടെ ചേർന്നിട്ട് അവനും ഇനി വരിക എന്ന് പറയട്ടെ. So if the people of God, the church of God, they are going out and calling people, come, 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 come. ഇപ്പോൾ ദൈവജനം അല്ലെങ്കിൽ സഭാവിശ്വാസികൾ അവർ സഭയ്ക്ക് പുറത്തിറങ്ങി ജനങ്ങളോട് അതിനകത്തേക്ക് വരിക, വരിക, വരിക എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. For what? എന്തിനു വേണ്ടി? Let the one who is thirsty come, and let the one who wishes take the free gift of the water of life. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. Did you listen to that? നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേട്ടു?
This open invitation is for those who are thirsty. ഈ ഒരു തുറന്ന ക്ഷണം എന്ന് പറയുന്നത് ദാഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. Many people even today are thirsty for the Lord. ഒത്തിരി ആളുകളും ഇന്നും കർത്താവിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. They are thirsty for God. കർത്താവിന് വേണ്ടി They are ദാഹിക്കുന്നവർ, thirsty for the things of God. ദൈവിക കാര്യങ്ങളിൽ They are ദാഹമുള്ളവർ, thirsty for the things of heaven. സ്വർഗീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ. There are millions of people. അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. But the people of God, the believers, they have to go out and invite them. എന്നാൽ ദൈവജനം ചെയ്യേണ്ട കാര്യം അവർ പുറത്തേക്ക് ഇറങ്ങി ആളുകളെ ഇതിനകത്തേക്ക് വരിക എന്ന് പറഞ്ഞ് Now, ക്ഷണിക്കേണ്ടിയിരിക്കുന്നു. how many of you have water connection at home? നിങ്ങളുടെ വീടുകളിൽ എത്ര പേർക്ക് വെള്ളത്തിന്റെ കണക്ഷൻ ഉണ്ട്? Every month or bi-monthly you have to pay the bills. അതെ, ഓരോ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴും നിങ്ങൾ അതിന്റെ വെള്ളത്തിന്റെ കരം നിങ്ങൾ If അടയ്ക്കണം. you want to drink some mineral water, bottled water, നിങ്ങൾ ഇപ്പോൾ അല്പം മിനറൽ വാട്ടർ, ബോട്ടിൽ വാട്ടർ കുടിക്കാൻ you have ആഗ്രഹിക്കുന്നെങ്കിൽ to give money. നിങ്ങൾ അതിനുവേണ്ടി പണം മുടക്കണം. So even for water we are paying. ഓർക്കുക, വെള്ളത്തിന് പോലും നമ്മൾ പണം മുടക്കുകയാണ്. But here it is saying, the one who wishes take the free gift of the water of life. ഇവിടെ പറയുന്നത് നോക്കിക്കേ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. 1 cup, ഒരു കപ്പ്, no money. പണമില്ല. 1 big bottle, ഒരു വലിയ ബിഗ് ബോട്ടിൽ, free. ഫ്രീ. Big jar, വലിയ ജാർ, water of life, free. ഫ്രീ ആണത്. If you want a river of life, that is also free. ഓർക്കുക, ജീവജലത്തിന്റെ ഒരു നദിയാണ് ഇനി നിങ്ങൾക്ക് വേണ്ടതെങ്കിലും അതും സൗജന്യമാണ്. But the real promise is you will have rivers, plural, rivers of living waters shall come forth from inside of you. എന്നാൽ യഥാർത്ഥ വാഗ്ദാനം എന്നുള്ളത് നിങ്ങളുടെ അകത്ത് നിന്ന്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ, അത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, നദികൾ പൊട്ടിപ്പുറപ്പെടുമെന്നുള്ളതാണ്. So how to treat the Holy Spirit the right way? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടത്? Thirst for Him. അവന് വേണ്ടി ദാഹിക്കുക, Have a deep longing for Him. അവന് വേണ്ടിയിട്ടുള്ള ആഴത്തിലുള്ള വാഞ്ചയുണ്ടാവുക, Ask for more. കൂടുതൽ കൂടുതൽ അവനോട് ആവശ്യപ്പെടുക. Then when you get it, ask for more. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇനിയും വേണമെന്ന് പറയുന്ന ആഗ്രഹം ഉണ്ടാവുക. Then ask for more. വീണ്ടും വീണ്ടും ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുക. Go into the deeper level. അതിന്റെ ആഴങ്ങളിലേക്ക് Go ഇറങ്ങുക, wider. അതിന്റെ വിശാലതയിലേക്ക് Go പോകുക, for more. അത് കൂടുതലായിട്ട് Thirst പ്രാപിക്കുക, for more. കൂടുതൽ ദാഹമുള്ളവരാകുക. Because this is an open invitation. കാരണം ഇതൊരു തുറന്ന ക്ഷണമാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ രുചിച്ചറിയുവാൻ ബ്രദർ ഡാമിനിൽ നിന്നും ഒരു പുതിയ സന്ദേശ പരമ്പര, ദ ഫാദർഹുഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പിതൃത്വം, ഫെബ്രുവരി 22 തിങ്കൾ മുതൽ രാവിലെ 7 മണിക്ക് ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനലിൽ ദ ഫാദർഹുഡ് ഓഫ് ഗോഡ്. Now, the next right way to treat the Holy Spirit is to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള അടുത്ത മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളതാണ്. Not only thirsting for Him, but then get filled. അതിനു വേണ്ടിയിട്ട് ദാഹിക്കുക മാത്രം പോരാ, പകരം അതിനാൽ നിറയപ്പെടണം. Ephesians chapter 5 and verse number 18. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനം. Do not get drunk on wine, which leads to debauchery. Instead, be filled with the Spirit. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, പകരം ആത്മാവ് നിറഞ്ഞവരായി മാറുക. Be filled with the Spirit. ആത്മാവ് നിറഞ്ഞവരായി. From Acts of the Apostles chapter 2. അപ്പസ്തോലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്ന് In different chapters of the Acts of the Apostles, അപ്പസ്തോലപ്രവൃത്തിയുടെ മറ്റ് അധ്യായങ്ങളിലേക്ക് when we read them, we can see frequently, at many occasions, people are filled and refilled and filled and refilled again and again. അതിന്റെ ഓരോ അധ്യായങ്ങളിലൂടെ കടക്കുമ്പോൾ ജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നതും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. So get filled with the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. Number 5. 5-ാമത്തെ കാര്യം, Obey the Holy Spirit. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. Acts of the Apostles chapter 5, ഇനി അപ്പസ്തോലപ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് verse വന്നാൽ number 32. അതിന്റെ 32-ാമത്തെ വചനം. We are witnesses of these things, and so is the Holy Spirit, whom God has given to those who obey Him.
ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. So this is, see, it is an open invitation, ഇത് ഒരു തുറന്ന ക്ഷണമാണ്. but at the same time the Holy Spirit will be given only to those who obey God. എന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് അവിടെ തന്നെ അനുസരിക്കുന്നവർക്കാണ്. So if you are willing to obey God, you are the right candidate. നിങ്ങൾ കർത്താവിനെ, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ അതിനുവേണ്ടി ഒരുക്കമുള്ള വ്യക്തി. Hallelujah. ഹല്ലേലൂയ. So take a decision today to obey the Holy Spirit, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാനുള്ള ഒരു ഉറച്ച തീരുമാനം to ഇന്നെടുക്കുക. obey the promptings of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തെ അനുസരിച്ച് പോകുവാനുള്ള ഒരു തീരുമാനം എടുക്കുക. Hallelujah. ഹല്ലേലൂയ. And the last one, അവസാനത്തേത്, number 6, be led by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. Romans chapter 8 and verse number 14. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ For വചനം. those who are led by the Spirit of God are the children of God. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. We as the children of God are supposed to be led by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതാണ് ദൈവമക്കൾ ഓരോരുത്തരും. In other words, those who are led by the Spirit of God are known as the children of God. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. The same thing is written in Galatians chapter 5 and verse number 18. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനത്തിലും അതേ കാര്യം തന്നെയാണ് But എഴുതിയിരിക്കുന്നത്. if you are led by the Spirit, you are not under the law. അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, You are free. നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരാണ്. But for that you have to be led by the Spirit. എന്നാൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. If you are under the law, you have no freedom. ഓർക്കുക, ന്യായപ്രമാണത്തിന്റെ കീഴിലാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. If you are led by the Spirit, you are free. എന്നാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. And this is my prayer. ഇതാണ് എൻ്റെ പ്രാർത്ഥന. Let everyone listening to this episode be led by the Holy Spirit. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരട്ടെ. Shall we pray right now? നമുക്കിപ്പോൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Holy Spirit, we thank you for teaching us many things about you. പരിശുദ്ധാത്മാവെ, അങ്ങയെക്കുറിച്ച് പല കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദി. But we want to practice these things in our lives. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിനെ ഒക്കെ പ്രായോഗികമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Lord, help us. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. Help everyone. എല്ലാവരെയും സഹായിക്കണമേ. Heavenly Father, we are coming before your throne. പിതാവേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ മുൻപാകെ വരുന്നു. And we know that your throne is the throne of grace. അത് മാത്രമല്ല, അങ്ങയുടെ കർത്താവേ സിംഹാസനം അത് കൃപയുടെ സിംഹാസനമാണെന്ന് ഞങ്ങൾ അറിയുന്നു. And we know that graciously you will listen to our prayers. അത് മാത്രമല്ല, കൃപാ കടാക്ഷത്തോടെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നല്ലോ. I can see some people bedridden and some people in hospitals. ചില ആളുകൾ തളർന്ന് കിടക്കുന്നവർ, ചില ആളുകൾ ഹോസ്പിറ്റലായിരിക്കുന്നവരെ കുറിച്ച് ഞാൻ കാണുന്നു. And somebody with serious ear problem, the Lord is healing now. അതുപോലെ ചെവിക്ക് ഉള്ള ചില പ്രശ്നങ്ങൾ കർത്താവ് ആരുടെയൊക്കെയോ പ്രശ്നങ്ങളെ സൗഖ്യമാക്കിയാണ്. And brain tumor, the Lord is healing now. അത് മാത്രമല്ല, ബ്രെയിൻ ട്യൂമർ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. Those who are watching this from any hospital ward or any casualty or anywhere, the Lord can heal you right now. ഇപ്പോൾ ഹോസ്പിറ്റൽ വാർഡുകളിലോ മറ്റെവിടെയെങ്കിലും അഡ്മിറ്റ് ആയിരിക്കുന്നവർ ഉണ്ടെങ്കിൽ കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കിയാണ്. And there are some people watching us, you went for many medical examinations and checkups, but so far your problems are not diagnosed. അതുപോലെ തന്നെ പല മെഡിക്കൽ പ്രശ്നങ്ങളുള്ള പ്രയാസങ്ങളുള്ള ചില ആളുകൾ, പക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതുവരെയും എന്താണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല. But the all-knowing God knows your problems. എന്നാൽ എല്ലാം അറിയുന്ന ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ നന്നായി അറിയുന്നു. Father, Lord, heal such people. കർത്താവേ, ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ അങ്ങ് സൗഖ്യമാക്കണം. Take away their pain. അവരുടെ വേദനകൾ എടുത്തു മാറ്റണം. Take away that disease with all the symptoms. കർത്താവേ, ഇപ്പോൾ അവരുടെ രോഗങ്ങൾ മാത്രമല്ല അതിന്റെ ലക്ഷണങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ. Liver cancer be healed. ലിവർ ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. And every kind of other cancer,
be healed in Jesus' name. എല്ലാ തരത്തിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ I can സൗഖ്യമാകട്ടെ. see the power of the Holy Spirit coming and healing many people. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന് ഓരോ വ്യക്തികളെയും സൗഖ്യമാക്കുവാൻ ഇടയാകട്ടെ. Believe and receive. ഇപ്പോൾ വിശ്വസിച്ച് സ്വീകരിക്കുക. Stretch forth your hands. നിങ്ങളുടെ കൈകൾ ഈ സമയത്ത് നീട്ടിയാൽ Right now, receive the breakthrough. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അത്ഭുതങ്ങൾ വിടുതലുകളെ സ്വീകരിച്ചാലും In Jesus' name. യേശുവിൻ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. I pray for financial breakthroughs, Lord. ഇപ്പോൾ തന്നെ സാമ്പത്തിക വിടുതലുകൾക്ക് വേണ്ടി ഞാൻ I പ്രാർത്ഥിക്കുന്നു. pray for new placements. പുതിയ ജോലി ഇവർക്ക് ലഭിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ And പ്രാർത്ഥിക്കുന്നു. I pray for new business opportunities. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സിനുള്ള കർത്താവെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In the name of Jesus, I pray against all kinds of failures. യേശുവിന്റെ നാമത്തിൽ എല്ലാ പരാജയങ്ങൾക്കെതിരെയും ഞങ്ങൾ ഇപ്പോൾ Let പ്രാർത്ഥിക്കുന്നു. them come out of these failures victoriously. കർത്താവെ ഈ പരാജയങ്ങളിൽ നിന്നെല്ലാം ഇവർ വിജയശ്രീലാളിതന്മാരായി പുറത്തു വരട്ടെ. I pray for those who have lost their jobs. കർത്താവെ അതുപോലെ ജോലി നഷ്ടപ്പെട്ടവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. Lord, give them new jobs. കർത്താവെ നീ അവർക്ക് പുതിയ ജോലി നൽകണമേ. Hallelujah. ഹല്ലേലൂയ. And I pray for those who have no children. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞങ്ങൾ Give പ്രാർത്ഥിക്കുന്നു. them wonderful children. കർത്താവെ നല്ല കുഞ്ഞുങ്ങളെ അങ്ങ് കൊടുക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. I believe the Lord has done something for you. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Tomorrow is Sunday and we are going to have wonderful services with the Lord. നാളെ ഞായറാഴ്ചയാണ്. നാളെ കർത്താവിനോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സർവീസിലേക്ക് നാം പോകാൻ പോകുകയാണ്. And you can watch this on YouTube, Facebook, and the second service you can watch on Harvest TV also. നിങ്ങൾക്ക് ഈ ആരാധനാ യോഗങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ രണ്ടാമത്തെ സർവീസ് നിങ്ങൾക്ക് ഹാർവസ്റ്റ് ടിവിയിലും കാണാൻ And സാധിക്കും. if you have not yet subscribed to Blessing Today YouTube channel, do it right away. നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. God bless you all. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. See you on Monday morning. മൺഡേ രാവിലെ, തിങ്കളാഴ്ച രാവിലെ നമുക്ക് വീണ്ടും കാണാം. God bless you all. Bye-bye. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബലവീനം ബലനായി മാറുമേ, സുഖവീനം സുഖമായി മാറുമേ, ബലവീനം ബലനായി മാറുമേ, സുഖവീനം സുഖമായി മാറുമേ. നീർവന്ന സൂര്യനെ മാറുമേ, മുടിയാതതും സാധ്യമാകുമേ. നീർവന്ന സൂര്യനെ മാറുമേ, മുടിയാതതും സാധ്യമാകുമേ. അവസാന